ഇന്ന് ഒരു പേഷ്യൻ്റ് വന്നു. ഇത് വളരെ കോമൺ ആയിട്ട് എൻ്റെ ഒ പിയിൽ ദിവസം ഒന്നോ രണ്ടോ പേഷ്യൻ്റെങ്കിലും വരുന്നൊരു കാര്യം പറയാനാണ്. ഒന്ന് അദ്ദേഹത്തെ അകത്ത് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു, ചമ്മലായിരുന്നു. വന്നിരുന്നു പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ദുബായിലാണ് സെറ്റിൽഡ്, ഒരുമിച്ചാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ 6 വർഷമായി, 2 കുട്ടികളുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ടൈമിംഗ് ഒട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് അതിനെയാണ് നമ്മൾ പ്രീ മെച്യൂർ ഇജാക്കുലേഷൻ, ഈ ശീഘ്രസ്ഖലനം എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചു എത്ര നേരം കിട്ടുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, ഡോക്ടറെ ഈ ഫസ്റ്റൊക്കെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഈ കഴിഞ്ഞ ഒരു 6 മന്തൊക്കെ ആയിട്ട് എനിക്ക് ചിലപ്പം കിട്ടുന്നത് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെയൊക്കെ ടൈം കിട്ടത്തുള്ളൂ. അപ്പം അത് ഞങ്ങളുടെ ഇടയിൽ റിലേഷൻഷിപ്പിൽ തന്നെ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് നമ്മുടെ ക്ലിനിക്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം ഒരു 100 പേർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ എത്തുന്ന ഒരാളായിരിക്കും. ബാക്കി 99 പേരും അവരുടെ ഉള്ളിൽ തന്നെ വെക്കുക അല്ലെങ്കിൽ ആ ഫാമിലിയിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. ഇങ്ങനെയുള്ളവരാണ് കൂടുതലും എന്താണ് ഈ സെക്സ് ഒഴിവാക്കാൻ തന്നെ, സെക്സ് ഇൻ്റർകോഴ്സ് വേണ്ട എന്ന് വെക്കുകയും അത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്? അപ്പം ഒന്ന് നമ്മൾ അറിയേണ്ടത്, ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിക്കുമ്പോഴല്ല, അവർ മെച്യൂറായി കഴിഞ്ഞ് അവർ മാസ്റ്റർബേഷനൊക്കെ ചെയ്യുമ്പം തന്നെ അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴായിരിക്കും ഫീൽ ചെയ്യുന്നത്. അവരുടെ അടുത്ത് നമ്മൾ പക്ഷേ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർ പറയും, ആണ് ഡോക്ടറെ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു 1 മിനിറ്റൊക്കെ തന്നെ കിട്ടാറുള്ളൂ, എനിക്കല്ലെങ്കിൽ മാക്സിമം 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ കിട്ടാറുള്ളൂ. കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ഇതേ പ്രശ്നമുണ്ട്. അതിനെയാണ് പ്രൈമറി പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇവർക്ക് തുടക്കം തൊട്ട് തന്നെ ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറച്ച് സെറട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണമാണ് ഇവർക്ക് ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റും രണ്ടാമത് വരുന്ന എന്താണ്, സെക്കൻഡറി പ്രീമച്വർ ഇജാക്കുലേഷൻ. അതായത് അവർക്ക് കുറച്ച് നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവരൊരു കല്യാണം കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയും കുറേ പേരുണ്ട്. കാരണം അതുവരെ ഗേൾഫ്രണ്ടുമായിട്ട് ഇൻ്റർകോഴ്സ് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, മാസ്റ്റർബേഷൻ കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിച്ച ശേഷം, ചില വേറെ വ്യക്തിയായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർ കല്യാണം കഴിച്ചു, 1 വർഷം കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിരുന്നു, കുഞ്ഞുങ്ങളായില്ല. ഏതോ ഒരു തവണ ഇൻ്റർകോഴ്സ് ആക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ അവൻ ആ ഒരു സമയത്ത് അവന് കുറച്ച് നേരത്തെ തന്നെ അവന് ഇജാക്കുലേഷൻ സംഭവിച്ചു. അതായത് അവന് 1 മിനിറ്റ് പോലും കിട്ടിയില്ല. വൈഫ് ചോദിച്ചു, എന്തോ പെട്ടെന്ന് പോയല്ലോ, എന്തോ ഒരു കമൻറ്റ് അവിടെ പാസ് ചെയ്തു. ഈ ഒരു കമൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ഇൻ്റർകോഴ്സിൻ്റെ സമയത്തും ഇവൻ്റെ തലയിൽ ഈ ഒരു ചോദ്യം കിടക്കുക. ഇവൻ ടോട്ടലി ആൻഷ്യസ് ആയി, ഇനി അടുത്തതിൽ ഇങ്ങനെ പറ്റുമോ എന്നുള്ള ടെൻഷനായി. അപ്പോൾ അടുത്ത തവണ ഇത് ആലോചിച്ചുകൊണ്ടാണ് ഇതിലോട്ട് പോകുന്നത് തന്നെ. വീണ്ടും ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിച്ചു. ഒരു 3-4 തവണ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനായി, അവന് ഇറക്ഷൻ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് വേറെ അവൻ്റെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഈ ശീഘ്രസ്ഖലനത്തിനെ നമ്മൾ സെക്കൻഡറി ആയിട്ട് എടുക്കാം. സെക്കൻഡറിയിൽ വരുന്ന കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് ചിലപ്പം അമിതവണ്ണമാവാം, ഒബീസിറ്റി ആവാം, അല്ലെങ്കിൽ ഇത് സർക്കംസിഷൻ, അതായത് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ പീനസിൻ്റെ അഗ്രചർമ്മം ചിലവർ കട്ട് ചെയ്യാറുണ്ട്. ജനിക്കുമ്പോഴല്ല, ഈ കുറച്ച് പ്രായപൂർത്തിയായ ശേഷമൊക്കെ ചിലപ്പം അത് നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്ന കാരണം സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറ്റാതെ അത് കട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവരുടെ ഗ്ലാൻസ് പെൻസ്, അതായത് നമ്മുടെ പീനസിൻ്റെ അറ്റത്തുള്ള ഭാഗം വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ പ്രീമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്നു. പിന്നെ കുറച്ച് ഡയബറ്റിസ് വളരെ ഒരു കാരണമാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെ സ്മോക്കിംഗ് പഠനങ്ങൾ കൊണ്ട് പ്രൂവണാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആ സെക്കൻഡറി കോസുകളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നാണ്. പ്രൈമറി ആണെങ്കിൽ ഞാൻ അവർക്ക് പറയുന്നത്, നിങ്ങളത് പാർട്ട്ണറുമായിട്ട് സംസാരിക്കുക. കാരണം ഇതവൻ്റെ ജനിതകമായിട്ട് അവൻ്റെ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രശ്നം കാരണമാണ്. നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ഒരു പരിധിയുണ്ട് അതിന്. അതായത് ഒരു 30 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്കൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് വരെ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും മരുന്നിൽ നിന്ന് നമുക്കതിലൊരു വ്യത്യാസം ഉണ്ടാവണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവരടുത്ത് പറയുന്നത്, നിങ്ങൾ പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അത് ബാധകമാണോന്നില്ല, ഞാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. കാരണം ഒരു ഫീമെയിലിന് എപ്പോഴും ഒരു സെക്ഷൽ പ്ലഷർ എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർകോഴ്സിനെക്കാട്ടി കൂടുതൽ നമുക്ക് വേറെ പല രീതിയിലും കൊടുക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ ഒരു ഫിംഗറിങ്ങിലൂടെ ആവാം, ചിലപ്പോൾ ഓറൽ സെക്സിലൂടെ ആവാം, ചിലപ്പോൾ ഒരു വേറൊരു ഇൻറ്റിമേറ്റ് ഫോർപ്ലേയിലൂടെ ആവാം. അതായിരിക്കാം ആ പെൺകുട്ടിക്ക് ഒരു ഓർഗാസം പോലെയാണ്, ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്ന്
ഓർഗാസം കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഓർഗാസം കിട്ടാനാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സാധ്യത കൂടുതൽ. അപ്പം നമുക്കൊരു ഓർഗാസം വേറൊരു രീതിയിൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രൈമറി പ്രിമച്വർ ഇജാക്കുലേഷൻ ഉള്ളൊരു പയ്യൻ അവൻ അതിൽ ഫോക്കസ് ചെയ്യുക, അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊരു ഓർഗാസം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവനൊരു 1 മിനിറ്റോ 2 മിനിറ്റോ നിന്ന് പറഞ്ഞാൽ അവിടെ വിഷയമാവുന്നില്ല. അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും വിഷമവും. ആ പെൺകുട്ടി എന്താ വിചാരിക്കുന്നത്, എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് ചേട്ടൻ വരാത്തത്, എൻ്റെ ആ ഫ്രണ്ട് വരാത്തില്ല, ഈ ഹസ്ബൻഡോ ആരും ആയിക്കോട്ടെ വരാത്തത് എൻ്റെ ശരീരം ഇഷ്ടമില്ലാത്തെന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി ചിന്തിക്കുക. അപ്പം ഇത് ഒരു പ്രൈമറി പ്രിവെൻഷൻ ഇജാക്കുലേഷൻ ആണെങ്കിൽ ഇത് ചെയ്യുക. സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക, ആൽക്കഹോൾ അമിതമായിട്ട് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഈ നേരത്തെ പറഞ്ഞ സർക്കംസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പയ്യെ തന്നെ ശരിയായിക്കോളും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ എപ്പോഴും കൗൺസിൽ ചെയ്യുമ്പം ഞാൻ ആ വ്യക്തിയെടുത്ത് പറഞ്ഞത്, എനിക്ക് വൈഫും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പാർട്ട്ണറിൻ്റെ അടുത്ത് ഈ കാര്യം പറയുക, പാർട്ട്ണറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞ ഫാക്ടർ മാറി. അവൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയാണല്ലോ ഈ സ്ട്രെസ് മൊത്തം തരുന്നത്. ആ ഒരു ഫാക്ടറിനെ എടുത്ത് കളയുക. ഷീ ഈസ് വിത്ത് മീ, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോട്ട് അവനുള്ളിൽ വരുമ്പം തന്നെ അതൊരു വളരെ കൂളിംഗ് എഫക്റ്റാണ്. അവൻ്റെ ടെൻഷനൊക്കെ അവിടെ തന്നെ 50% കഴിഞ്ഞു. ഹീൽ ബി ഏബിൾ ടു പെർഫോം മച്ച് ബെറ്റർ. അപ്പം അതായിരിക്കണം നമ്മൾ ഈ ഒരു പ്രീമച്വർ ഇജാക്കുലേഷനായിട്ട് വരുന്ന ഒരു കപ്പിളിന് കൊടുക്കുന്ന അഡ്വൈസ്. പിന്നെ തീർച്ചയായിട്ടും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 1 മിനിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും 3 മിനിറ്റ്സും 4 മിനിറ്റ്സും 5 മിനിറ്റ്സും ഒക്കെ ആക്കാൻ സാധിക്കും. ഒരു പ്രോപ്പർ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ തന്നെ കാണുക, ചികിത്സിക്കുക. തീർച്ചയായിട്ടും ഒരു പരിധി വരെ മിക്കവർക്കും പരിഹാരം ഉണ്ടാവും.